മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തോമസ് വൈദ്യനെ കാണാനായിട്ട് അവരാണെങ്കിൽ നേരെ ചെല്ലുന്നത് ആ ഒരു ആശ്രമത്തിലേക്കാണ്. അവിടെ എത്തുമ്പോൾ തന്നെ തോമസ് വൈദ്യനാണെങ്കിൽ മഹാലക്ഷ്മിയും കണ്ണനും കൈ പിടിച്ച് നടന്നു വരുന്ന കാഴ്ച കാണുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷമാവുകയാണ്. അയാൾ കണ്ണനെ അടിമുടിയൊന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ നിന്നും പോയ ആ ഒരു വൈകല്യം കണ്ണനില്ലാതെയായിരിക്കുന്നു. അതായത് ആ നടക്കുന്ന സമയത്തുള്ള മുടന്തൽ അത് മാറിയെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണല്ലോ കണ്ണനും മഹാലക്ഷ്മിയും അവിടേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ വൈദ്യനാണെങ്കിൽ ഒത്തിരി സന്തോഷത്തോട് കൂടിയിട്ട് കണ്ണനോട് പറയുന്നുണ്ട്, ഞാൻ എന്ത് കാഴ്ചയാണ് ഈ കാണുന്നത്. അതെ, സാറ് കണ്ടതൊക്കെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന കാഴ്ച തന്നെയാണ്. അയ്യപ്പ ദർശനത്തിന് ശേഷം അയ്യപ്പൻ എനിക്ക് ഈ ഒരു കാര്യം കൂടി സാധിച്ചു തന്നിരിക്കുന്നു. ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്കിനി യാതൊരു വൈകല്യങ്ങളും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വൈദ്യനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ണൻ. അങ്ങനെ തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, ഇനിയാണ് നിങ്ങൾ എല്ലാ അർത്ഥത്തിലും ഭാര്യയും ഭർത്താവായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇന്നത്തെ ദിവസത്തോട് കൂടിയിട്ട് നിങ്ങൾ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചിരിക്കണം. എന്തുകൊണ്ടും പുതിയ ജീവിതത്തിന് മംഗളാശംസകളൊക്കെ നേർന്നു കൊടുക്കുകയാണ്. എന്തായാലും ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അവരെ അനുഗ്രഹിക്കുന്നുമുണ്ട്. അങ്ങനെ മഹിയും കണ്ണനും പറയുകയാണ്, ഈ വിവരം ഇനി മഹിയുടെ അമ്മയെയും കൂടി അറിയിക്കണം. അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ തോമസ് വൈദ്യൻ ചോദിക്കുന്നുണ്ട്, അതിനകത്ത് വീട്ടിലേക്ക് പോയിക്കൂടെ. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ്. അതായത് ആ ശത്രുക്കളൊക്കെ കരുതിയിരിക്കുന്നത് താനിപ്പോൾ ജീവനോടെ ഇല്ലെന്നാണ്. അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ലെന്നൊക്കെ പറയുമ്പോൾ അതിന് വഴിയുണ്ടാക്കാമെന്നിങ്ങനെ തോമസ് സാറാണെങ്കിൽ പറയുന്നുണ്ട്. എന്തായാലും വൈദ്യൻ്റെ ആശ്രമത്തിലേക്ക് മോഹിനിയെ വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ മോഹിനിയാണെങ്കിൽ എത്തുന്ന സമയത്ത് കാണുന്ന കാഴ്ചയും ഞെട്ടിക്കുന്നത് കണ്ണൻ്റെ ആ ഒരു വലിയ മാറ്റം. അങ്ങനെ മോഹിനിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. വിശ്വസിക്കാനായിട്ട് അവർക്കത് കഴിയുന്നില്ല. അങ്ങനെ കണ്ണനാണെങ്കിൽ 2-3 റൗണ്ട് നടന്ന് കാണിക്കുന്നുണ്ട്. അമ്മ കണ്ടോ, അമ്മ ഇത് വിശ്വസിച്ചാൽ മതിയാവും. ഇനി അമ്മ ഒരു കാരണവശാലും പേടിക്കേണ്ട. ഞങ്ങൾ ഇനി പുതിയ ജീവിതം തുടങ്ങാനായിട്ട് പോവുകയാണ്. അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള ജീവിതം അമ്മയുടെ മോൾക്കിനി കിട്ടും എന്നൊക്കെ ഇങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും കൂടിയിട്ട് മോഹിനിയോട് പറയുന്നു. അവർക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. അങ്ങനെ തോമസ് വൈദ്യൻ്റെ മുന്നിൽ മഹാലക്ഷ്മിയുടെ അമ്മ, അതായത് മോഹിനിയും കൈ കൂപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. എല്ലാം ദൈവത്തിൻ്റെ മറിമായങ്ങളാണെന്നും ഇവർ ഒരുപാട് പ്രാർത്ഥിക്കുന്ന അയ്യപ്പസ്വാമിയും പിന്നെ കുറച്ചൊക്കെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ഒക്കെ തന്നെ പരിശ്രമം കൊണ്ടാണെന്നൊക്കെ തോമസ് സാറാണെങ്കിൽ പറയുന്നു. എന്തായാലും ദുഷ്ടന്മാരുടെ കണ്ണുകളിൽ പെടാതെ കുറച്ച് ദിവസമെങ്കിലും സമാധാനത്തോടെ ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ആരും അറിയാതെ ആഘോഷിക്കാൻ തന്നെ പറയുന്നുണ്ട് മോഹിനിയും തോമസ് സാറൊക്കെ. അങ്ങനെ അനന്തുവിൻ്റെ വീട്ടിലേക്കാണ് തങ്ങളിപ്പോൾ പോകുന്നതെന്നൊക്കെ കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നു. പിന്നീട് കണ്ണനും സാഗറും മാർക്കോയൊക്കെ തന്നെ തകർന്നടിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ഇനി കമലേശ്വര സ്വത്തുക്കൾ വീതം വയ്ക്കാനും അതുപോലെ ഇനി എവിടെ നിന്നും തുടങ്ങണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ചർച്ച ചെയ്യാനായിട്ട് നമ്മുടെ മേഘനാഥനും പ്രതാപനും ഒത്തുകൂടുന്നുണ്ട്. അങ്ങളെ, ഇനിയാണ് നമ്മൾ പുതിയൊരു പ്ലാനിങ് ഉണ്ടാക്കേണ്ടത്. കമലേശ്വരം ആര് ഭരിക്കും, കമലേശ്വരത്ത് എന്തൊക്കെ ആർക്കൊക്കെ എന്നുള്ള കാര്യം നമുക്ക് വീതിച്ച് തിട്ടപ്പെടുത്തണമെന്നൊക്കെ പറയുകയാണ്. അതിനു മുന്നേ ആ മഹാലക്ഷ്മിയെ, അവളുടെ പേരിലുള്ളതൊക്കെ തന്നെ നമ്മുടെ ഇതിലേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ട് അവളെ ഒരു മൂലയിലേക്ക് ഇരുത്തണം. അതൊക്കെ നമുക്ക് വഴിയെ പതുക്കെ ചെയ്യാം. അവൾ ഇഞ്ചിഞ്ചായി തന്നെ നമുക്ക് ദ്രോഹിക്കണം. ഒരുപാട് അഹങ്കരിച്ചതല്ലേ കണ്ണൻ ജീവനോടെ ഉള്ളപ്പോൾ. ഇനി അവളെ രക്ഷിക്കാൻ ഒരു മാർക്കോയും വരില്ല. എല്ലാം കൊണ്ടും അവൾ തനിച്ചാവാൻ പോവുകയാണ് ജീവിതത്തിൽ എന്നൊക്കെ ഇങ്ങനെ മേഘനാഥൻ പറയുന്നു. അങ്ങനെ നമ്മുടെ പ്രതാപനാണെങ്കിൽ ആ ഒരു സംശയം പറയുന്നുണ്ട് മേഘനാഥനോട്. കണ്ണനെ പോലെ ഒരുത്തൻ വണ്ടി ഓടിച്ച് പോയി താൻ കണ്ടതൊക്കെ അതൊക്കെ അങ്ങളുടെ വെറും തോന്നലാണ്. ഇപ്പം മനസ്സ് മുഴുവൻ അവനാണല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. നമുക്ക് ചെറിയൊരു പേടിയുണ്ടല്ലോ, പലപ്പോഴായിട്ട് നമ്മൾ തോറ്റുപോയതാണ്, അതിൻ്റെ ഭയമാണ് ഉള്ളിൽ കിടക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ തോൽക്കാൻ യാതൊരു ചാൻസ് ഇല്ലെന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ കമലേശ്വരത്തിലാണെങ്കിൽ കരുണയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, ആ മഞ്ജുവിൻ്റെ കാര്യം മാത്രമാണ് ഇനി ബാലൻസ് നിൽക്കുന്നത്. അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കി ആ സാഗറിനെ കൂടി ഇല്ലാതാക്കണം അല്ലേ ഉണ്ണിയേട്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചൊന്നും നീ ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ മേഘേട്ടൻ നോക്കിക്കോളും. പിന്നെ നിൻ്റെ അച്ഛനുണ്ടല്ലോ, മേഘേട്ടൻ തന്നെ അവൻ്റെ കാര്യം നോക്കാൻ അത്യാവശ്യമാണ് എന്നൊക്കെ അങ്ങനെ പറയണം. അങ്ങനെ ഇനി മേഘനാഥനും അതുപോലെ മഞ്ജുവും തമ്മിലുള്ള കൂടിച്ചേരലായിരിക്കുമെന്നൊക്കെ ഇരുവരും സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു മരണ വാർത്തകൾ ആഘോഷിക്കേണ്ടതെന്ന് കരുണൻ ചോദിക്കുമ്പോൾ, എങ്കിൽ പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് നമുക്ക് ബീച്ചിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്നിങ്ങനെ ഉണ്ണി പറയുന്നു. അവരാണെങ്കിൽ റെഡിയായിട്ട് പോകുന്നുണ്ട്. ഈ സമയം ബീച്ചിലാവട്ടെ നമ്മുടെ മഞ്ജുവും അതുപോലെ സാഗറും മലയിൽ നിന്നും വന്നതിൻ്റെയൊക്കെ സന്തോഷത്തിൽ ഒരു ഔട്ടിങ്ങിനായിട്ട് പോവുകയാണ്.
ഉണ്ണിയും കരുണയും വരുന്ന അതേ ബീച്ചിലേക്ക് തന്നെയാണ് ഇരുവരും വന്നിരിക്കുന്നത്. അങ്ങനെ തിരമാലകൾക്കായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ജുവും സാഗറും. പെട്ടെന്നാണ് അവരെ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അതായത് കരുണയും ഉണ്ണിയും ചേർന്ന് കൈകോർത്ത് ആ ബീച്ചിലേക്ക് വരുന്നു. അവരാണെങ്കിൽ സാഗർ വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നാണല്ലോ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ സാഗറിന് ആ കാഴ്ച കാണിച്ചു കൊടുക്കുന്നുണ്ട്. സാഗർ ആണെങ്കിൽ മഞ്ജുവിനെയും കൂട്ടിയിട്ട് അവരുടെ കണ്ണിൽ പെടാതെ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഒളിച്ചുകളി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.